സ്വീകരിക്കും. അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ. സന്ദീപ് സുകുമാർ എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു അപ്പനും മകനും സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ സന്ദീപ് സുകുമാറിൻ്റെ അവൻ്റെ വീടും സ്ഥലമൊക്കെയാണ്. സന്ദീപ് മകനാണ് സാക്ഷ്യം പറയണത്. ഇനി അപ്പം പറയുമെന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങിപ്പോവും. അപ്പനാണ് സുകുമാരൻ പറഞ്ഞ സാക്ഷ്യം എന്ന് പറയണത്. സുകുമാരൻ കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയണത്. എന്നുവെച്ചാൽ അപ്പനും മകനും ഇരുന്നുകൊണ്ട് ആണ് ഈ ഉടമ്പടി പ്രാർത്ഥന ചെയ്യണ വീട്ടിൽ. അതൊരു ഭയങ്കര വല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. അതായത് പല ആൾക്കാരും ചെയ്യണത് മകന് വേണ്ടി അപ്പനോ അല്ലെങ്കിൽ അമ്മയോ ആണ് ഉടമ്പടി എടുക്കുന്നത്. ഈ സന്ദീപ് സുകുമാറിൻ്റെ വീട്ടിലെ അപ്പനും മകനും കൂടി ഇരുന്നുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥന ചെയ്യണത്. അവർ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലും. അപ്പോഴും മകൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യും, അച്ചിട്ടതുപോലെ ചെയ്തു കൊടുക്കും. അപ്പോഴും സുകുമാരന് ഭയങ്കര വിശ്വാസമാകും. അപ്പോഴ് സുകുമാരൻ നോക്കുമ്പോൾ അമ്മ എനിക്ക് നടക്കാൻ പാടില്ല, ഞാനൊരു കൂലിപ്പണിക്കാരനല്ലേ. ഇവരൊക്കെ അമ്മയോട് സംസാരിക്കുന്ന രീതികളൊക്കെ ഭയങ്കര രസമാണ്. അമ്മ എനിക്ക് നടക്കാൻ പാടില്ല, എൻ്റെ കാലിൽ ഒരു മുഴ വന്നിട്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഞാൻ ചവിട്ടുമ്പോൾ എൻ്റെ കാലിൻ്റെ മുകളിൽ കൂടെ അത് പൊങ്ങി മേലോട്ട് വരും, അപ്പോൾ എൻ്റെ ജീവൻ പോകും, പിന്നെയും ചവിട്ട് മാറ്റുമ്പോൾ ആ മുഴ താന്നു പോകും. അങ്ങനെ ഇവൻ അമ്മയോട് പറയും. കാര്യം ഇപ്പോൾ അവൻ്റെ വീട്ടിലെ അനുഗ്രഹങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഇത് എൻ്റെ ഒരു കാര്യം കൂടി. കാരണം ഞാൻ കുറേ മരുന്ന് കഴിച്ചിട്ട് പണിക്ക് പോകാൻ പറ്റാതെ ഞാൻ ഇരിപ്പുകാരനായിട്ട് ഞാൻ വീട്ടിലായിപ്പോയി. അപ്പോൾ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ സാക്ഷ്യം പറയണത്. കാര്യം അങ്ങനെ എന്താ ചോദിക്കുമ്പോൾ ആ ഉടമ്പടി തൈലം എടുത്തിട്ട് ആ മനുഷ്യൻ ഈ ഉണ്ട പോലെ മേലോട്ട് വരുന്ന ആ മുഴയുടെ മുകളിൽ സംഭവം തേച്ചോടുകൂടി അതും പറയണതേ പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റപ്പോഴേ ഇത് കാണാനില്ലെന്ന് ആരോ എൻ്റെ കാലെ പിടിച്ചായിരുന്നു വൈകുന്നേരം വന്ന് രാത്രിയെ. അത് നല്ല രസമാണ് കേൾക്കാൻ. അതെന്താ രാത്രി ആരോ എൻ്റെ കാലെ പിടിച്ചതിന് ഓർക്കുന്നുണ്ട്. അത് ഈ അമ്മയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടല്ലോ. ഈ സഞ്ചാരി മാതാവ് എന്നാണ് പറയണത്. ഉടമ്പടി മാതാവിനെ എന്താ നമ്മൾ പറയണത്? സഞ്ചാരി മാതാവ്. കാര്യം എന്താ, അമ്മ സഞ്ചാരി ആയതുകൊണ്ട് മാത്രമല്ല, അമ്മ സഞ്ചാരി ആണല്ലോ. അമ്മ ബൈബിളിൽ എപ്പോഴും സഞ്ചാരത്തിലാണ് അല്ല. മംഗളവാർത്ത കഴിയുമ്പോൾ ഉടനെ അമ്മ എലിസബത്തിൻ്റെ അടുത്ത് പോകും. എലിസബത്ത് തിരിച്ചു വന്നതിന് ശേഷം പ്രഗ്നൻ്റായിട്ട് പ്രസവിക്കാൻ വേണ്ടി ബെത്ലഹേമിൽ പോകും, തിരിച്ചു വരും. അവിടെ നിന്ന് ഈജിപ്തിൽ പോകും. പിന്നീട് കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ ദേവാലയത്തിൽ ജെറുസലേമിൽ പോകും. എപ്പോൾ നോക്കിയാലും സഞ്ചാരമാണ്. അപ്പോൾ ഈ സഞ്ചരിക്കുന്നവർക്കെല്ലാം അതുപോലെ തന്നെയാണ് ഉടമ്പടിയുടെ ഉണ്ടാകുന്നൊരു അനുഭവമാണ്. ഇപ്പോൾ സുകുമാരൻ പറഞ്ഞാൽ ആരോ രാത്രി വന്ന് എൻ്റെ കാലിൽ പിടിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ രാവിലെ നോക്കിയപ്പോൾ പണിക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ഇരുന്ന് പോയ കാലാണ്. ആ മുഴ കാണാനില്ലെന്ന്. ഓപ്പറേഷൻ ചെയ്ത പാടെങ്കിലും കാണും. അമ്മയാണ് നിങ്ങൾ തൊടുകയാണെങ്കിൽ പാടുപോലും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ട് ഗർഭിണികളൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴേ അവർ പറയും ഡോക്ടർ ടെർമിനേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ വരുമ്പോൾ അവരുടെ വയറത്തൊട്ട് പ്രാർത്ഥിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാതാവിൻ്റെ പേരിൽ മധ്യസ്ഥത്തിലല്ലേ പ്രാർത്ഥിക്കണം. ഈശോ അത് റിജക്റ്റ് ചെയ്യത്തില്ല. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അവർ വന്നിട്ട് മാതാവിൻ്റെ നടയെ വന്നിട്ടല്ലേ അവർ പ്രാർത്ഥിക്കണത്. ഇപ്പം മാതാവിൻ്റെ നടയെ വരയ്ക്കുമ്പോൾ അമ്മ എന്തെങ്കിലും ഈ വിഷയത്തിൽ ഒരു തീരുമാനം അവർക്ക് ഉണ്ടാക്കുമെന്നും പറഞ്ഞല്ലേ അവർ വരണത്. അപ്പോൾ അത് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈ വിഷയം കൊടുക്കുമ്പോൾ അപ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹാർട്ടിനാണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആൾക്കാരെ ഉടനെ പ്രാർത്ഥിക്കും. ഇപ്പോഴാണെങ്കിൽ ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്, പ്രശ്നമുള്ള എല്ലാവരെയും തന്നെ കാണുന്നുണ്ട്. ഉടമ്പടി ഒന്ന് പുതുക്കാലും ഉടമ്പടി എടുത്താൽ മതി. അപ്പം തന്നെ ആൾക്കാരെ സീരിയസ് വിഷയമാണ്. മുമ്പിൽ ടൈം ഇല്ലെങ്കിൽ അപ്പം തന്നെ ഓഫീസിൽ ചെന്നാൽ നിങ്ങൾക്ക് ചീട്ട് കിട്ടാം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോഴേ ഒരു സീരിയസ് വിഷയമെല്ലാം നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും. സീരിയസ് വിഷയം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്താ കാര്യം, ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ആഴമായിട്ടിങ്ങനെ വിശ്വസിച്ച് നിൽക്കുന്ന ആളായത് അമ്മയെ ഞാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് കണ്ട ആളാണ് 2 പ്രാവശ്യം. അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് ഞാൻ ഇവരെ തൊടണത്. അല്ലാതെ എൻ്റെ ഒരു സങ്കല്പത്തിലാണ് ഞാൻ സെമിനാരി എന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അക്കാഡമിക് ഫെയ്ത്തിൻ്റെ ഉദ്ദേശത്തിലൊന്നുമല്ല തൊടണത്. ഞാൻ കണ്ട അമ്മ ഞാനല്ലേ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഉറപ്പിലാണ് ഞാൻ തുടർന്നത്. അമ്മ ജപ്തി നടപടിയാണെന്ന് പറയുന്നത് അത് നടക്കരുതെന്ന് പറയും. അത് നടക്കരുത്. കാര്യം അവർക്ക് ജീവിക്കണ്ട വീട്ടിലെ, വേറെ എവിടെ പൊളിച്ചത് എടുത്തുകൊണ്ട് പോകാനാണ് എന്ന് പറയും. അതെന്താ കാര്യം വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം എമർജൻസി കേസ് എല്ലാം എടുത്ത് മാറ്റുകയാണ്. പക്ഷെ നിങ്ങൾ കൂടി അതുപോലെ ഒരു വിശ്വസ്തയോട് നിൽക്കണം. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സന്ദീപ് സുകുമാറിൻ്റെ സാക്ഷ്യം തന്നെ, ആ സാക്ഷ്യം അങ്ങനെ വരാൻ കാരണം ആ മനുഷ്യൻ ഇത് കണ്ടിട്ട് ദൈവത്തോട് എനിക്ക് പണിക്ക് പോകണം അമ്മയെന്ന് പറയും. നമുക്ക് എന്തെങ്കിലും ഒരു പരാബ്ധം വന്നാലേ അത് പറയാൻ ഇന്ന് നമുക്ക് കൃത്യമായ ആളുണ്ട്.
അല്ലാതെ ഒക്കുവായി പറഞ്ഞേക്കാം. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ചിട്ടതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ ആൾക്കാർക്ക് എവിടെയാണെന്ന് വെച്ചാൽ ലാഗ് ചെയ്യണത് വെച്ചാൽ ഇവരിങ്ങനെ ഒത്താ കൊള്ളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ അഴകുഴമ്പൻ രീതിയിൽ ഉടമ്പടി ചെയ്യത്തില്ലേ. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ അച്ചിട്ട പോലെ അങ്ങോട്ട് ചെയ്തേക്കണം. എന്താണ്, ഇതെൻ്റെ വിഷയമല്ല, അമ്മയ്ക്ക് ഞാൻ ഈ വിഷയം പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുകയാണ്. ദൈവം പറഞ്ഞതുപോലെ ഞാൻ വിശുദ്ധിയോടെ ജീവിക്കും, സഹോദര സ്നേഹത്തോടെ ജീവിക്കും. രണ്ട് കാര്യമാണ് നമുക്ക് വേണ്ടത്. ഒന്ന് വിശുദ്ധിയും, രണ്ടാമത്തത് സഹോദര സ്നേഹവും. സഹോദര സ്നേഹം ഒരു സീരിയസ് വിഷയമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ദിവസങ്ങളിലെ 2-3 സാക്ഷ്യങ്ങൾ സഹോദര സ്നേഹത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്. എന്താ കാര്യം വെച്ചാൽ അതായത് നമ്മൾ ഫാദേഴ്സ് കണ്ടന്റ് എന്ന് പറയും. നമ്മുടെ ഈ സാക്ഷ്യം കാണുമ്പോൾ ഒരു ആകർഷിപ്പുണ്ടാകണം. നമ്മുടെ ഉടമ്പടി കാണുമ്പോഴേ ഒരു ആകർഷിപ്പുണ്ടാകണം. ആരാകർഷിക്കണം? പിതാവ് ആകർഷിക്കണം. ഈശോ അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുത്ത് വരുന്നവന് ഞാൻ തള്ളത്തുമില്ല. അത് ഈശോ പറഞ്ഞ കാര്യമാണ്. അതായത് പിതാവിൻ്റെ ഒരു ആകർഷണം നിങ്ങളുടെ സാക്ഷ്യത്തിനുണ്ട്, നിങ്ങളുടെ ഉടമ്പടി വിഷയത്തിനുണ്ടാകണം. പിതാവിൻ്റെ ഒരു ആകർഷണം. ഇപ്പോൾ 6:44 ആ വചനമുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 6:44 നേരിട്ട് പറഞ്ഞ്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുത്ത് വരുന്നവനെ ഞാൻ തള്ളിക്കളയില്ല. അത് കൃത്യമല്ലേ? അതല്ലേ ശരി? അതായത് പിതാവ് ത്രൂ വരുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായത് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. ഭർത്താവും ഭാര്യയും ഉടമ്പടി എടുത്തിരിക്കുകയും, പക്ഷേ ഉടമ്പടി എടുക്കാൻ നേരത്ത് വൈഫിനോട് ഹസ്ബൻഡ് പറയും, എടി നമുക്ക് ഉടമ്പടിയുടെ ആവശ്യമില്ല. എന്താ കാര്യം? നമ്മൾ നല്ല കത്തോലിക്കരാണ്, മാന്യം മര്യാദയ്ക്ക് ജീവിച്ച് പള്ളിയിലൊക്കെ പോയി നമുക്ക് ആവശ്യമായ കാര്യത്തിനെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനും നമുക്കൊരു മുട്ടിപ്പുമില്ല. നമ്മൾ കുടുംബപ്രാർത്ഥന നടത്തുന്നുണ്ട്, നമ്മൾ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ എന്തിനാണ് ഉടമ്പടി എടുക്കണം? നമുക്ക് എല്ലാം ഉണ്ടല്ലോ. അപ്പം നീ എന്തിനാണ് എടുത്ത് ചാടി? അത് കണ്ണൂർക്കാരാണ്, ഇവിടം വരെ വന്ന് പോകണമെങ്കിൽ കുറേ കാശ് ചിലവാകും. അപ്പോൾ അതുകൊണ്ട് വൈഫ് എടുക്കാൻ പോകുമ്പോൾ ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല. അവസാനം പക്ഷേ വൈഫ് ഒരു റീസണബിൾ ലേഡി ആയത് കാരണം ഹസ്ബൻഡ് അന്തിമ നിമിഷം വൈഫ് എന്നാ ചെയ്യണം അതനുസരിച്ച് പുള്ളി സഹകരിച്ച് കൊടുക്കുന്ന ഒരാളാണ്. പുള്ളി പറഞ്ഞു, അപ്പോൾ ഞാൻ പോകണം, നിങ്ങളെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, എനിക്ക് ഉടമ്പടിക്ക് എടുക്കാനുള്ള വിഷയമുണ്ടെന്ന് പറയും. അത് വിഷയം പറയത്തില്ല, എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള വിഷയമുണ്ട്, നിങ്ങളെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ, എന്നാൽ നീ ചെല്ലെന്ന് പറയുമ്പോൾ പുള്ളിക്കാരനും കൂടി കയറി വരും, വൈഫിൻ്റെ കൂടെ വരും. ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത കാര്യമൊന്നും ഇയാൾ വിഷയമൊന്നും പറയത്തില്ല. നീ അയാൾ നീ ഉടമ്പടി എടുത്തത് പറയാം, അമ്മ ചെയ്യുമ്പോൾ കണ്ടാൽ മതി എന്ന് പറയും. അതാണ് അതിൻ്റെ അകത്തൊക്കെയുള്ളൊരു വല്ലാത്തൊരു വിശ്വാസമാണതേ. എന്താണ്? അമ്മ ചെയ്യുമ്പോഴത് നിങ്ങൾ കണ്ടാൽ മതി. എന്താണ്? ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അമ്മ ആ വിഷയം ചെയ്യുമെന്ന് ഇവർ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ച പിന്നെ പ്രശ്നം തീർന്ന്. അതാണ് അവരുടെ ആ സാക്ഷ്യം കിടക്കുന്നുണ്ടോ കാണണം കേട്ടോ, നല്ല സാക്ഷ്യമാണത്. അപ്പോൾ ഇവർ പറയും, നീ വെറുതെ കൊണ്ടേ ഉടമ്പടിക്ക് തലവെച്ച് കൊടുത്തു വല്ല കാര്യമുണ്ട്, അങ്ങനെയാണ് പറയണത്. നീ ഇതൊക്കെ പാലിക്കുക. ഇതൊക്കെ അവസാനം ഒരു കണ്ണൂർ ഭാഷയുടെ പുള്ളി പറയണത്, അവസാനം ഇത് പണിയായി മാറുക എന്നാണ്. കാര്യം എഴുന്നേൽക്കുമ്പോൾ തന്നെ 8:30 മണിയാവും. പിന്നെ എങ്ങനെയാണ് 5:30 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്? ഇത് നമുക്ക് പണിയാകുമെന്നാണ് പുള്ളി ചോദിക്കണത്. അപ്പോഴേ പുള്ളി ഇല്ല, ഞാനത് ചെയ്തോളാം, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയും. 20 ദിവസത്തോളം ഇവരങ്ങനെ ചെയ്യും. 20 ദിവസത്തോളം ഇവർ ഉടമ്പടി ചെയ്യും. അപ്പോഴും 20 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേക്കത്തില്ല. പക്ഷേ എഴുന്നേക്കത്തില്ലെങ്കിൽ സപ്പോർട്ടീവാണ്, അവിടെ എന്തെങ്കിലും പ്രാർത്ഥിച്ചോട്ടെ എന്നുള്ള രീതിയിൽ സപ്പോർട്ടീവാണ്. പക്ഷേ 20 ദിവസം കഴിഞ്ഞപ്പോൾ മാതാവ് ഈ മനുഷ്യൻ്റെ മനസ്സ് ചേഞ്ച് ചെയ്യും. ഇങ്ങേരും വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് കൂടും. ഇങ്ങേരും വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് കൂടും. പക്ഷേ എന്നാ പറ്റി? പെട്ടെന്നാണ് പിന്നെ ഫയലെടുത്തത് അമ്മ. എന്താ വിഷയം വെച്ചാൽ, വൈഫ് വെച്ചിരിക്കുന്ന വിഷയം, ഇവർ തറവാട്ടിൽ നിന്ന് പോകുന്നത് കുറേ നാളായി. പക്ഷേ അനുജനാണ് അവിടെ താമസിക്കുന്നത്, അനുജനും ഭാര്യയുമാണ് അവിടെ താമസിക്കുന്നത്, അവിടെ മക്കളും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇവരിപ്പോൾ ഒരു മെച്ചമായ വീട്ടിലേക്കാണ് താമസിക്കുന്നത്. തറവാട് പഴയതാണ്.
അപ്പോഴേ അനുജന് ഒരു വീടില്ല. ഇവരുടെ ഇപ്പോൾ ഓരോ സ്റ്റാൻഡേർഡിൽ അവരും ജീവിക്കണ്ടേ. അത് കാരണം അവരുടെ വീട്ടിൽ പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞു അനുജന് വീടില്ലാത്ത വിഷയമാണ് ഭർത്താവിൻ്റെ അനുജന് തറവാട്ട് വീടില്ലാത്ത അവസ്ഥയിൽ അമ്മയടുത്ത് വന്നിട്ട് ഉടമ്പടി വെച്ചിരിക്കുന്ന ആദ്യത്തെ കാര്യം അതാണ്. എന്താണ്? അനുജന് വീട് വേണം, സ്ഥലവും വാങ്ങിക്കണം. ഇപ്പോൾ എന്നാ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഹസ്ബൻഡ് കൂടി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ 5 ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ടാണ് ഇവർ സ്ഥലം വാങ്ങിച്ച്. എനിക്കൊണ്ട് ആ സ്ഥലം വാങ്ങിച്ചിട്ട് പിന്നെ നല്ല അയാൾ പറയുന്ന ആ ചേട്ടൻ തന്നെയാണ് സാക്ഷ്യം പറയണത്. ചേട്ടൻ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞത് അതേ സ്ഥലം വാങ്ങിച്ചു അനുജൻ. ഇവരാരും അറിയുന്നില്ല. അനുജൻ പോലും അറിഞ്ഞു കാണത്തില്ല ഇതാണ് അമ്മ ചേർത്തി പറ്റിച്ച പണിയാണെന്ന് അറിയത്തില്ല. അതായത് ഇങ്ങനെ നമ്മളൊരു മനസാക്ഷിയോടുകൂടിയാണ് നമ്മൾ ജീവിക്കണമെന്ന് കണ്ടാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം വാങ്ങിച്ചിട്ട് അവർ ചേട്ടായി പറയണത് വലിയ വിലയുള്ള 2 ലക്ഷം രൂപ സെൻറ്റിന് വിലയുള്ളതാണ്. വളരെ വില കുറച്ച് അവർക്ക് കിട്ടി. അപ്പോൾ അതിനെ കുറച്ച് നല്ല വിലക്ക് വിറ്റാലും അവർക്ക് വീട് വെക്കാൻ പറ്റും. പക്ഷേ വീട് വെച്ചിപ്പോൾ അപ്പോൾ ഇങ്ങനെ അതായത് ഇത് കണ്ട് ഇത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളിങ്ങനെ മാറി മറിയുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം പെട്ടെന്ന് നടന്ന എന്താ കാര്യം? അത് ഈ ഫാദിസ് കണ്ടൻ്റാണ്. എന്ന് വെച്ചാൽ പിതാവ് ആകർഷിക്കുന്ന കുറച്ച് സാധനം അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പല ഉടമ്പടി നോക്കുമ്പോഴും വികർഷണമാണ് നമുക്ക് വരണത്, വികർഷിക്കും. പക്ഷേ ഇവിടെ ഈ ഉടമ്പടി എന്താ സംഭവിച്ചിരിക്കുന്നത്? പിതാവിൻ്റെ അംശം അതിൻ്റെ അകത്തുണ്ട്. പിതാവ് എന്താ പറഞ്ഞത്? അന്ന് നമ്മളെ പിതാവിൻ്റെ പ്രാർത്ഥനയില്ലേ, എന്താണ്? അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. അതാണ് വിഷയം. അവിടെ എന്താ പ്രശ്നം? സഹോദരനുണ്ട് അവിടെ. വീടായാലും ആഹാരമായാലും സ്ഥലമായാലും ജോലിയായാലും വിദ്യാഭ്യാസമായാലും നിൻ്റെ സഹോദരനെ കൂടി അതിൻ്റെ അകത്ത് കവർ ചെയ്താൽ ഫാദേഴ്സ് കണ്ടൻ്റായി, ആകർഷിപ്പുണ്ടാവും ഉടനെ. അതാണ് ഉടമ്പടിയുടെ ഒരു ടെക്നിക്ക് എന്ന് പറയണത്. അപ്പം നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ഉടമ്പടി പൊങ്ങത്തില്ല, എടുത്താൽ പൊങ്ങാത്തൊരു സംഭവമായിട്ട് മാറും. നമ്മൾ ഉടമ്പടിയെ ലൈറ്റ് വെയിറ്റ് ആക്കുന്നത് അതിൻ്റെ അകത്തുള്ള സഹോദര സ്നേഹമാണ്. കാര്യം അവൻ പറയണത് പോലെ ചെയ്യുകയാണല്ല ഉടമ്പടി. അവൻ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് അതിൻ്റെ തടിയും ഈ പ്രാർത്ഥനയെല്ലാം വരണത്. 6-ാം അധ്യായത്തിലെ 9 വരെയുള്ള വചനങ്ങളെല്ലാം വരണത്. അന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എല്ലാം ഞങ്ങളായിട്ടാണ് വരണതെല്ലാം. സഹോദരനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അത് സഹോദരൻ ആരുമാകാം, ഇല്ലായ്മക്കാരനെല്ലാം സഹോദരനാണെന്ന് നമ്മൾ തിരിച്ചറിയണ സമയത്ത് വെച്ചാണ് നമ്മൾ 2ാമത്തെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓർമ്മയോടെയുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കണം. നമ്മൾ ആദ്യത്തെ ജ്ഞാനസ്നാനത്തിൽ നമുക്ക് ഓർമ്മയില്ലാഞ്ഞല്ലോ അല്ലേ? തലതൊട്ടപ്പനും തലതൊട്ടമ്മയും കൂടി വന്നാണ് നമ്മളെ ജ്ഞാനസ്നാനപ്പെടുത്തിയത്, അവൻ ഓർമ്മയില്ല. പക്ഷേ എന്താ പ്രശ്നത്തിൽ ഇല്ലായ്മക്കാരൻ എല്ലാം നമ്മുടെ സഹോദരനാണ് എന്ന് ഒരാൾ തിരിച്ചറിയുന്നിടത്ത് വെച്ചാണ് അവൻ്റെ 2ാമത്തെ ജ്ഞാനസ്നാനം വരണത്. അവൻ കറക്റ്റ് ക്രൈസ്തവനാകുന്നത് അങ്ങനെയാണ്. നമ്മൾ ജ്ഞാനസ്നാനത്തിൻ്റെ കൂദാശ എന്ന് പറയുന്നത് എന്താണ്? ഉൽപ്പദോഷം മാറ്റി നമ്മളെ കർമ്മദോഷം ഉണ്ടെങ്കിൽ അതും മാറ്റി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളും, അപ്പോൾ മോക്ഷരാജ്യത്തിൻ്റെ അവകാശികൾ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ സഹോദരി അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ എന്നാണ് ഇല്ലായ്മക്കാരെ സഹോദരനാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ഇല്ലായ്മക്കാരൻ ചിലപ്പോൾ വേറെ ഒരു മതസ്ഥനായിരിക്കാം, വേറെ ജാതിക്കാരനായിരിക്കാം, സ്വന്തം സഹോദരൻ തന്നെ ആകണമെന്നൊരു നിർബന്ധമില്ല. ഇല്ലായ്മക്കാരൻ, ആ ഇല്ലായ്മ എന്നുള്ള സംഭവം ദൈവം ഏത് വിധിനെയും ഏറ്റെടുക്കുന്ന ഒരു സംഭവമാണ്. കാറ്റില്ല, മഴയില്ല, രക്ഷപ്പെടാനുള്ള ഒരു വഴിയും ഇല്ലെന്നാണ് ഈ പറഞ്ഞത്. പക്ഷേ അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയും. അപ്പം ഇതുപോലെ തന്നെയാണ് ഈ ഇല്ലായ്മ തന്നെയാണ് നമ്മൾ സഹോദര സ്നേഹം അതിൻ്റെ അകത്ത് നിറച്ചിട്ട് എല്ലാവരുടെയും ഇല്ലായ്മ നമ്മൾക്ക് ദൈവത്തിരുസ്ഥ സഹോദര ബുദ്ധിയ വെക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്ത ഉടമ്പടി പെട്ടെന്നാണ് നടക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടിയിലുള്ളൊരു സംഭവമാണ്. എന്താ ഉള്ളത്? സഞ്ചാരം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സഞ്ചാരി മാതാവെന്ന് പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാണ്? ഉടമ്പടി ചെയ്യുമ്പോൾ മോസസ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യും. ദൈവം എല്ലാം ഉടമ്പടിയിലേ ചെയ്യത്തുള്ളൂ. മോസസ് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ദൈവം എന്താ പറയണത്? ഉടമ്പടി പ്രകാരം
ഞാൻ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പോൾ 33:14. അപ്പോൾ 14 ഈ ഉടമ്പടി പ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് എന്താണ്? പുറപ്പാട് 33:14. ഉടമ്പടി പ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് എന്താണ്? ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അത് സഞ്ചാരമാണ്, ദൈവത്തിൻ്റെ സഞ്ചാരമാണ്. അത് ഉടമ്പടിയിലെ വാഗ്ദാന പ്രകാരമുള്ളതാണ്. അപ്പോഴ് മോസസ് പറയും, അത് ശരിയാണ്, അങ്ങ് ഞങ്ങളുടെ കൂടെ എങ്ങാനും വരികയാണെങ്കിലുണ്ടല്ലോ ഞങ്ങൾ വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. എന്ത് രസമാണെന്നാ, ബൈബിളിൽ ഏറ്റവും യൂത്തായിട്ടുള്ള വാക്കാണത്. കാര്യം ഈ മനുഷ്യൻ, ഈ ഇസ്രയേൽക്കാരൻ്റെ വാക്കാണതേ. ഇസ്രയേൽക്കാരൻ അന്നും ഇന്നും ഡിഫറൻ്റായി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവൻ ഡിഫറൻ്റാകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഇസ്രയേൽക്കാരൻ വേറൊരു രാജ്യം വിലക്ക് പിടിക്കാൻ വേണം, ഗ്രീക്കിലൊരു ദ്വീപ്. എന്താ, ആദ്യകാലം മുതൽ ഒരു മൗലിക ജനതയുടെ ഒരു അഭിവാഞ്ചിയാണ് മേക്ക് എ ഡിഫറൻസ്, ഒരു വ്യത്യസ്തത ഉണ്ടാകുക. അതുകൊണ്ടാണ് മോസസാണ് ഇത് ആദ്യം പറയണത്, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. അത് അതൊക്കെയാണത് 33:16 അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ പറഞ്ഞേ, വരികയാണെങ്കിൽ ഞങ്ങള് ഭൂമുഖത്തെ വ്യത്യസ്തമായ ഒരു ജനതയായിരിക്കും. അതാണ് ഈ ഉടമ്പടി നിങ്ങളെ വ്യത്യസ്തമാക്കും. അത് ഭയങ്കരമാണ് സംഭവം. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കും. അതിൻ്റെ ഉടമ്പടിയുടെ ഓരോ ഘട്ടങ്ങളും സാക്ഷ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഈ മനുഷ്യൻ ഭയങ്കരമായി വ്യത്യസ്തനായി മാറണ കാണാം എല്ലാ തലങ്ങളിലും. പക്ഷേ വ്യത്യസ്തനാകണത് എന്തുകൊണ്ടാണ്? ദൈവം നമ്മുടെ കൂടെ വരണത് എന്തുകൊണ്ടാണ്? കാര്യം മോസസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 33:16 മോസസ് ഒരു കാര്യം ദൈവത്തോട് പറയും. അതായത്, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ എന്താ പ്രശ്നം? അങ്ങയ്ക്ക് ഞങ്ങളോട് പ്രീതിയില്ലെന്നായിരിക്കും ജനങ്ങൾ കരുതണത്. അതാണ് വിഷയം. അത് ഭയങ്കരമായ ഒരു ഉടമ്പടി വചനമാണ്. എന്താ പറയണത്? 33:16 എന്താ പറയണത്? പുറപ്പാടിൻ്റെ പുസ്തകം 33:16 എന്ന് പറഞ്ഞ് അങ്ങ് 33:17 അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ അങ്ങയ്ക്ക് ഞങ്ങളോട് പ്രീതിയില്ലെന്ന് മറ്റു ജനങ്ങള് കരുതും. അപ്പൊ ദൈവത്തിന് നമ്മളുടെ കൂടെ വരിക എന്നുള്ളത് എന്താണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ മേൽ പ്രീതി ഉള്ളത് കൊണ്ടാണ്. അതാണ് വിഷയം. പ്രീതി എന്ന് പറയണത് ഉടമ്പടിയിൽ നമ്മൾ ഒത്തിരി കാര്യം ചെയ്യും. അവൻ പറയണ പോലെ ചെയ്യണേ എന്തിനാണ്? പ്രീതി ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ എന്താ ചെയ്തിരിക്കണത്? അവൻ പറയണത് പോലെ ചെയ്യുക. അവനെന്താ പറഞ്ഞത്? നിങ്ങൾ 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം, അല്ലേ? അപ്പം അതാണ് യോഹന്നാൻ മന്ദാനയിലൂടെ വന്നിട്ടുള്ള പ്രാവാചികമായ നിർദ്ദേശമാണത്. അതുപോലെ നമ്മൾ ഉടമ്പടിയിൽ കർത്താവ്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെനിക്ക് വസ്ത്രം നൽകി. അപ്പോൾ ഇതെല്ലാം, വസ്ത്രം കൊടുക്കുക, രോഗികളെ സന്ദർശിക്കുക, ഇതെല്ലാം അവൻ പറഞ്ഞ കാര്യങ്ങളാണ്. അവൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതാണ് അച്ഛൻ്റെ അടുത്ത് ആൾക്കാർ വരുമ്പോൾ എല്ലായിടത്തും നടന്നവർ നിലവിളിച്ചും കാര്യം കൂവിയൊക്കെ ചീട്ട് വാങ്ങിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ എത്ര രോഗികളെ കണ്ട് ഈ ആഴ്ചയിൽ ഉടമ്പടി എടുത്തിട്ട്? ആ രോഗികളെ കണ്ടൊന്നുമില്ല അച്ഛാ, എൻ്റെ അമ്മ തന്നെ രോഗിയാണല്ലോ അന്ന് ഞാൻ വിചാരിച്ചെന്ന്. അതാണ് അവിടെയും ദൈവത്തിൻ്റെ വായിൽ പുട്ടിടാനുള്ള പരിപാടിയാണ്. വെച്ചാൽ ഇവർ ചെയ്യാനുള്ള ഒന്നും ചെയ്യത്തില്ല. ഇവിടെ തല കൈവെക്കുമ്പോൾ തന്നെ ഇവർ ഫ്രോഡാണെന്നുള്ളത് കർത്താവ് പറയും. ഇവർ ഉടമ്പടി എടുത്തു പോയതേ ഉള്ളൂ, ഇപ്പോൾ ഉടായ്പിന് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി വയറ്റിപ്പഴപ്പിന് എത്തിയിരിക്കുകയാണെന്ന് പറയും. ഉടനെ ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്യും. കാര്യം ഉടായ്പാണെന്ന് കർത്താവ് പറഞ്ഞാൽ പിന്നെ അവരെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ല. അപ്പം തന്നെ മുഖത്ത് നോക്കി ചോദിക്കും, എത്ര പത്രം കൊടുത്തു, എവിടെ കൊടുത്തു, ആർക്കെല്ലാം വസ്ത്രങ്ങൾ കൊടുത്തു, വസ്ത്രം ഉണ്ടോ വീട്ടിൽ? ആദ്യം വസ്ത്രം ഉണ്ടോ എന്ന് ചോദിക്കും, എക്സ്ട്രാ ആയിട്ടുള്ളത് പഴയതുണ്ടോ,
അതുപോലെ അലക്കി വെച്ചിരിക്കണം. അപ്പം പറഞ്ഞു അലക്കി വെച്ചിരിക്കണം അച്ഛാ, ഒരു കുഴപ്പമില്ല. അവരെന്താ വിചാരിക്കണത്? അലമാര തുറക്കുമ്പോൾ ഓരോ ഉടുപ്പ് ചാടി പുറത്ത് വീഴും. പഴയ ഉടുപ്പൊക്കെ 5 കൊല്ലം 10 കൊല്ലമുള്ള ഉടുപ്പ്. അപ്പോൾ ഇവർ കിടന്ന് കാറും, ദൈവമേ ഒരു അലമാര കൂടി മേടിക്കണം. എത്ര പ്രാവശ്യം ഞാൻ പറയണതാണ് ഇവന്മാരോട്. എന്തിനാണ്? ഈ സാധനം പഴയ സാധനം എല്ലാം എടുത്ത് വെക്കാൻ. അപ്പോഴും ആർക്കും കൊടുക്കത്തില്ല. ഇവരാണ് ഈ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതാണ് അവർക്ക് പ്രശ്നം പറയണത്. സഹോദരൻ ആ ഫാദേഴ്സ് കണ്ടൻ്റ് അടുത്ത് ഇല്ല. കർത്താവിൻ്റെ വചനത്തിന് ഒരു ആർക്കും അർത്ഥകയ്ക്ക് ഉപ്പ് തക്കത്തില്ല. ചിലർ ഭയങ്കര പൊടിഞ്ഞ പ്രാർത്ഥനയായിരിക്കും, പക്ഷെ ഒരിക്കലും ആർക്കും ഒന്നും കൊടുക്കത്തില്ല. ആരെയും സഹായിക്കത്ത പോലും ഇല്ല. ഒരു ആശുപത്രി ഒരു ബൈസ്റ്റാൻഡറായിട്ട് പോലും പോയി നിൽക്കത്തില്ല. അവർക്ക് എല്ലാവരും സഹായിക്കും അവരാ. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് അച്ഛൻ ഞാൻ അവരുടെ അടിച്ചതിനകത്ത് കയറത്തില്ല. കാര്യം എന്താണ്? ഇവർ പ്രസവിക്കാൻ വേണ്ടി ആശുപത്രി കിടന്ന കാലത്ത് ഞാനാണ് അവരെ പോയി സഹായിച്ചത്. ഞാനിന്നാണ് നടുപൊടിഞ്ഞ് കിടന്നിട്ട് ഒരു പട്ടി വന്നില്ലെന്ന് പറയും. അവരെങ്ങനെ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ആനുകൂല്യങ്ങൾ നമ്മൾ അടിച്ചു മാറ്റും. അവർക്കൊരു ആപത്ത് വന്നാൽ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. ഈ ആൾക്കാരും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇതാണ് വിഷയം. അപ്പോൾ അവരെല്ലാം തിരിച്ച് വരണം. തിരിച്ച് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ എന്താ തിരിച്ചു വരണമെന്ന് പറഞ്ഞാലേ, അപ്പോൾ പ്രോസസ്സ് 33:17 പറയുന്നില്ല. എന്താണ്? അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ അങ്ങയ്ക്ക് ഞങ്ങളോട് പ്രീതി ഇല്ലെന്നാണ് ജനങ്ങൾ കരുതത്തുള്ളൂ. അപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മളോട് പ്രീതിയുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. പ്രീതിയുണ്ട്, നമ്മളോട് പ്രീതിയുണ്ട്. ദൈവത്തിന് നമ്മളോട് വേണ്ടത് ഒരു പ്രീതിയാണ്. അപ്പോഴാണ് നമ്മൾ ദാസനാകണത്, ദാസിയാകണത്. അപ്പോൾ ദൈവം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അമ്മ പറഞ്ഞില്ലേ ലൂക്ക 1:38. എന്താ കാര്യം? പരിശുദ്ധാത്മാവ് അമ്മയോട് പറഞ്ഞു കൊടുത്തതാണ്. അപ്പയ്ക്ക് നിൻ്റെ മേൽ പ്രീതിയുണ്ട് കേട്ടോ, നീ ദാസിയാണ് കേട്ടോ. അത് കാരണം പ്രീതി ഇല്ലെങ്കിൽ നീ ദാസിയല്ല. അപ്പയ്ക്ക് നിൻ്റെ മേൽ പ്രീതിയുണ്ട്, അതുകൊണ്ട് നീ ദാസിയാണ്. അപ്പയോട് അഭിസംബോധന ചെയ്യുമ്പോൾ ദാസിയെന്ന് പറഞ്ഞാൽ മതി. എന്താ കാര്യം? മറിയത്തോട് പ്രീതിയുണ്ട്, മറിയത്തോട് പ്രീതിയുണ്ട്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ 12:18 വായിക്കത്തില്ലേ മത്തായിയുടെ സുവിശേഷത്തിലെ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രീതി നമ്മളോട് പ്രീതി ദൈവത്തിനുണ്ടാകുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ദാസനാകണത് അല്ലെങ്കിൽ ദാസിയാകണത്. പക്ഷെ നമ്മളോട് പ്രീതി ഉണ്ടാകണത് എപ്പോഴാണ്? അവൻ പറയണത് പോലെ ചെയ്യുമ്പോഴാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് നമ്മളോട് പ്രീതി തോന്നിപ്പിക്കേണ്ട അടിസ്ഥാന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് അങ്ങനെ ഒരു ദാസനായില്ല എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ദാസി ആയില്ല, കർത്താവ് പറഞ്ഞ പോലെ അല്ല ജീവിക്കണത്, ദത്താൻ്റെ വചനം അനുസരിച്ചല്ല നമ്മൾ ജീവിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വരാൻ സാധ്യതയുള്ള എന്താണ്? ദൈവം ഉടനെ കാര്യം പറയും. എന്താ മോസസിനോട് എന്താ പറഞ്ഞത്? മോസസ് എന്താ പറഞ്ഞത്? നീ ഞങ്ങളുടെ കൂടെ വരണമെന്നല്ലേ പറയണത് മോസസ്. നീ ഞങ്ങളുടെ കൂടെ വരണം, വന്നാൽ വി വിൽ ബി ഡിഫറെൻറ്റ് പീപ്പിൾ. പുതിയ ജനങ്ങൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായിരിക്കും ഭൂമുഖത്ത്. പക്ഷെ വന്നില്ലെങ്കിലോ അങ്ങക്ക് ഞങ്ങളുടെ പ്രീതിയില്ലെന്നായിരിക്കും ജനങ്ങൾ കരുതുക. അപ്പോൾ ദൈവം എന്താ പറയണത്? നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരാം എന്നല്ലേ പറയണത്. നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടെ വരണമെന്ന് പറഞ്ഞാൽ ഒരു ദാസനാണ് വിളിക്കണമെങ്കിൽ, ഒരു ദാസിയാണ് വിളിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സഞ്ചാരം നടക്കും. സഞ്ചാരി മതം അങ്ങനെ ഉണ്ടാകണത്. ഒരു ദാസനാണ് വിളിക്കണത്. ദൈവത്തിൻ്റെ വചനം ഫാദേഴ്സ് കണ്ടൻ്റ് ഉള്ള ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവളാണെങ്കിൽ തീർച്ചയായിട്ടും. ഇപ്പം സുകുമാരൻ എന്താ പറയണത്? രാത്രി ആരോ എൻ്റെ കാലെ പിടിച്ചു, രാവിലെ നോക്കിയപ്പോൾ എൻ്റെ മുഴ കാണാനില്ല, എനിക്കിപ്പോൾ പണിക്ക് പോകാൻ പറ്റുന്നുണ്ട്, അമ്മയാണ് പിടിച്ചത്, എന്നെ കരയണം ആ മനുഷ്യൻ നിന്നുകൊണ്ട്. എന്താണ്? സഞ്ചാരി മാതാവ് വീട്ടിൽ ചെന്നാണ്. എന്താ കാര്യം? പ്രീതിയോടെയാണ് സന്ദീപും സുകുമാരനും ജീവിക്കണത്. അവരുടെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ അപ്പനും മകനും ഇവിടെ പറയണത് സാക്ഷ്യത്തിൽ പറഞ്ഞ കേൾക്കാൻ നല്ല രസമാണ്. ഞാനിവിടെ ദൈവമേ ഇതുപോലെ ക്രിസ്ത്യാനി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നെന്ന്. അതാണ് വിഷയം. വ്യത്യാസമുണ്ടേ, ഭയങ്കര വ്യത്യാസമുണ്ട്. അത് നമുക്കിവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ഒടിഞ്ഞ് തല്ലി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുതരം ചാഞ്ചാട്ടത്തിലാണ് എല്ലാവരും അല്ല ചിലരൊക്കെ പ്രാർത്ഥിക്കണത്. ഒരു മാറ്റമില്ല അതിൻ്റെ അകത്ത്. അത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് റോ ഫെയ്ത്തിലേക്ക് വരണം. റോ ഫെയ്ത്തേക്ക്, അതായത് നല്ല കറക്റ്റ് ഫെയ്ത്തിലേക്ക് വരണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ,
ഈ ഉടമ്പടിക്ക് വേറെ പ്രശ്നമുണ്ട്. ഈ ഫാദേഴ്സ് കണ്ടന്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ്? പിതാവിൻ്റെ വചനം പോലെ, പിതാവ് പറഞ്ഞതുപോലെ, പിതാവ് പറഞ്ഞ പോലെ സഹോദരനെ പോലെ അവൻ്റെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവന് വേണ്ടി കൂടി ഒരു സ്പേസ് നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇടണം. ഇപ്പം നമ്മുടെ ബസ്സിലൊക്കെ കയറുമ്പോൾ വികലാംഗർ എന്ന് എഴുതി വെക്കത്തില്ലേ? ഇല്ല, എന്താ കാര്യം? അത് സംവരണ സീറ്റാണ്. അവന് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തൊരു കയറി ഇരുന്നാൽ അവൻ്റെ കാല് തല്ലി ഒടിച്ച് അവനെ വികലാംഗനാക്കണം. അല്ലെങ്കിൽ പിന്നെ അവന് അവിടെ അർഹതയില്ല. കാര്യം അവരുടെ സീറ്റ് അതിന് വേണ്ടിയുള്ളതാണ്. അവിടെയും കയറിയാണ് ആൾക്കാർ ഇരിക്കുക. അതാണ് രസം. അപ്പം മുടന്ന് പുറത്ത് നിൽക്കണ കാണാൻ പറ്റി. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇപ്പം വികലാംഗർ അല്ലെങ്കിൽ വികലാംഗർ ഇപ്പോൾ പറയാൻ പാടില്ലല്ലോ അല്ലേ? അവർ ചാലഞ്ചഡ് പീപ്പിളാണ്, ഫിസിക്കലി ചാലഞ്ചഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലൊരു സ്പേസ്, ഒരു സീറ്റ്. ഇപ്പം സ്ത്രീകൾ, കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഗർഭിണികൾ, അവർക്കൊരു സീറ്റ്, 1-2 സീറ്റ് ഒരു വാഹനത്തിൽ. എങ്ങനെ ഗർഭിണി നിന്നുകൊണ്ട് പോണത്? ഒരിക്കലും പറ്റത്തില്ല, നടക്കാത്ത കാര്യമാണത്. എന്നാലും അവർ നിൽക്കും, പാവത്തങ്ങൾ സീറ്റ് കിട്ടില്ല നിൽക്കും. കാര്യം അത് അവർക്ക് സീറ്റ് റിസർവ് ചെയ്യേണ്ടതാണ് ഗർഭിണികൾക്കെല്ലാം. വികലാംഗർക്ക്, സ്ത്രീകൾക്ക് മാത്രമല്ല, ഗർഭിണികൾക്ക് മസ്റ്റായിട്ട് സീറ്റ് റിസർവ് ചെയ്യേണ്ടതാണ്. പിന്നെ രോഗികളുണ്ടെങ്കിൽ രോഗികളുടെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ രോഗികൾക്കും സീറ്റ്. ആരൊക്കെ ഉള്ളവർ നിൽക്കട്ടെന്നേ, എന്താ പ്രശ്നം? രോഗികളുണ്ടെങ്കിൽ ആ രോഗികൾ മെഡിക്കൽ കോളേജിൽ പോകുന്ന ഒരാളാണ്, അയാൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കൊരു സീറ്റ് കൊടുക്കണം. ഇങ്ങനെ കുറേ ആൾക്കാർക്ക് സീറ്റ് കൊടുക്കാനുണ്ട്, ഇനിയും സീറ്റ് കൊടുക്കാനുണ്ട്. ഇതുപോലെ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് സീറ്റ് കൊടുത്താൽ അത് ജാതിയും മതവും നോക്കാതെ, ഇല്ലായ്മക്കാരനാണല്ലോ സഹോദരൻ എന്ന് പറയണത്. ആർക്കാണ് ഇല്ലായ്മ ഉള്ളത് അവൻ നമ്മുടെ സഹോദരൻ. അപ്പം അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വരുമ്പോൾ ഫാദേഴ്സ് കണ്ടൻ്റ് ആകും. എന്താണ്? ഞങ്ങൾ അതിന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്നുള്ള ആ മേഖലയിലുള്ള പിതാവിൻ്റെ ഒരു സ്വരമാണ്. ഇതെന്താ പ്രശ്നം? ഇത് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാവോ? ഇപ്പം ദൈവം ഈ സഞ്ചാരം, ദൈവം എന്തുകൊണ്ടാണ് സുകുമാരൻ്റെ വീട്ടിൽ ചെന്നത്? എന്തുകൊണ്ടാണ് അമ്മ ചെന്നത്? കാര്യം മോസസ് ഈ ഉടമ്പടി സഞ്ചാരമുള്ളത് കൊണ്ടാണ്. അത് പാക്കേജിൻ്റെ ഭാഗമാണ്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? വർക്കൗട്ട് ചെയ്യണത് എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ബൈബിൾ മുഴുവനും വാഗ്ദാനമാണ്. വാഗ്ദാനം നമ്മൾ എന്താ ചെയ്യണത്? പ്രാപിക്കുകയാണ് ചെയ്യണത്. വാഗ്ദാനം പ്രാപിക്കുന്നത് ഏറ്റവും എഫിക്കസി ആയിട്ടുള്ള പ്രയർ എന്താണ്? ഉടമ്പടിയാണ്. കാര്യം എന്താണ്? അമ്മ ഉടമ്പടി ചെയ്താണ് യേശുവിനെ ഗർഭം ധരിച്ചത്. അമ്മ നമ്മുടെ ഇല്ലായ്മ വെള്ളം കുടുംബ വീട്ടിൽ കൂടെ കല്യാണ വീട്ടിൽ വിഞ്ഞു തീർന്നു പോയപ്പോൾ ഉടമ്പടി ചെയ്യാനാണ് പറഞ്ഞത്. എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത്? എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോനെ അമ്മയ്ക്ക് കിട്ടിയത്. ഈശോനെ ലോകത്തിലേക്ക് കൊടുക്കാനും ഈശോയുടെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടി അമ്മ പറഞ്ഞത് എന്താണ്? ഞാൻ ഇങ്ങനെയാണ് ഗർഭിണിയായത്, ഞാൻ ഇങ്ങനെയാണ് യേശുവിനെ സ്വീകരിച്ചത്, ഞാനിങ്ങനെ കർത്താവിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈശോനെ ഉദരത്തിൽ സ്വീകരിച്ചതും ഹൃദയത്തിലും. അതുപോലെ നിങ്ങൾക്ക് ഈശോനെ വേണമെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ എന്താ ഈശോ സ്വീകരിക്കാൻ ചെയ്തത്? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ, നമ്മൾക്കും ഇതുപോലെ ദൈവത്തോട് ഉടമ്പടി ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ വിഷയത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ വരുമ്പോഴാണ് മോസസ് പറയുന്ന ഒരു വാക്കിന് വീണ്ടും പ്രസക്തി വരികയാണ്. എന്താണ് മോസസ് പറഞ്ഞത്? അങ്ങ് ഞങ്ങളുടെ ഇവിടെ വന്നില്ലെങ്കിൽ അങ്ങയ്ക്ക് ഞങ്ങളോട് പ്രീതിയില്ലെന്നായിരിക്കും മറ്റുള്ളവർ കരുതുക. അപ്പോൾ ദൈവം എന്താ തിരിച്ചു പറയണത്? ഇപ്പം ഈ 33:14 അല്ല, അങ്ങ് തിരിച്ച് 17, 18, 19 വരുമ്പോഴേ ദൈവം തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ, ദൈവം പറയുന്നത് എന്താണ്? നീ പറഞ്ഞ ഈ കാര്യവും എന്താണ്? നിൻ്റെ കൂടെ വരണമെന്നുള്ള കാര്യവും ഞാൻ ചെയ്യും. എന്താ കാരണം? എനിക്ക് നിന്നെ അറിയാം. അതാണ് വിഷയം. അതായത് 33:17 അല്ലേ? 33:17 നീ ഈ പറഞ്ഞ കാര്യം കൂടി ഞാൻ നിനക്ക് ചെയ്തു തരും. അങ്ങനെ ചെയ്തു തരണം. എന്തുകൊണ്ടാണ്? എനിക്ക് നിന്നെ അറിയാം. അപ്പോഴേ ഇതൊരു ഭയങ്കരമായ ഒരു അപകടം പിടിച്ച വിഷയമാണ്. ഇത്രയും നേരം ഒരു കുഴപ്പവുമില്ലായിരുന്നു. എന്താ കാര്യം? ദൈവത്തിന് പ്രീതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഞ്ചരിച്ച് വീട്ടിലെത്തുമെന്നുള്ളൊരു അതിന്. പക്ഷേ ഇപ്പം എന്താ പറയണത്? ഞാൻ ഈ സഞ്ചരിച്ച് വീട്ടിലെത്തണ്ടേ? അങ്ങനെ നിൻ്റെ കൂടെ വരാൻ ഉള്ള കാരണം എന്താ? എനിക്ക് നിന്നെ അറിയാം.
അവിടെയാണ് വിഷയം വന്നത്. കാര്യം നമ്മളെ അറിയണം ദൈവത്തിനെ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തരികിട ഉടായ്പ പരിപാടി ഉണ്ടെങ്കിൽ ദൈവം ഗുഡ് ബൈ പറയും. ഇപ്പോൾ ഒരു ഉടമ്പടി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ? എന്താണ് അതെന്താ വെച്ചാൽ, അനുജൻ വന്ന് ഉടമ്പടി വെച്ചിരിക്കുക. എന്താ ഉടമ്പടി വെച്ചിരിക്കണത്? എൻ്റെ വീട് സ്ഥലം ജപ്റ്റാകാൻ പുണച്ചാന്ന് പറയും. അങ്ങനെയാണ് ഞാൻ വിഷയം എനിക്ക് കിട്ടിയത്. ജപ്തി ഉടമ്പക്കാരെ ഉടനെ കാണുമല്ല. അപ്പോൾ എൻ്റെ വീട് സ്ഥലം ജപ്തിയാകാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനെ പ്രാർത്ഥിച്ച്. അപ്പോൾ അനിയൻ പറയണ, അച്ഛാ ജപ്തി നടപടിക്ക് ബാങ്കിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ചേട്ടായിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയണത്. എന്താ പ്രശ്നമെന്ന് അറിയാവോ? ഇപ്പം ഈ ജപ്തി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ചേട്ടായിയാണ്. എന്താണ് അയാളുടെ പ്രശ്നം? എന്താ? അനുജൻ്റെ തറവാട്ടിൽ നിന്ന് അദ്ദേഹം കുറേ വർഷം മുമ്പ് മാറി താമസിക്കേണ്ട ചേട്ടൻ. തറവാട്ടിൽ അപ്പനും അമ്മയുണ്ട്, പ്രായമായിരിക്കുകയാണ്. അപ്പോഴേ തറവാട്ടിൽ നിന്നൊന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് അധികമൊന്നും ഇങ്ങോട്ട് സഹകരണമൊന്നുമില്ല. അപ്പനെയും അമ്മനെയൊക്കെ നോക്കണ അനുജൻ തന്നെയാണ്. വലിയ സ്വത്തൊന്നുമില്ല. അവന് ജോലി, ചെറിയ ജോലിയെ കൊണ്ട് അങ്ങനെ ജീവിച്ചു പോണ ഒരു പാർട്ടിയാണ്. പക്ഷേ ഇപ്പം എന്താ പറ്റുമെന്ന് വെച്ചാൽ, മക്കളെ പഠിപ്പിച്ചതിൻ്റെ പേരിൽ കടമായി. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തപ്പോൾ അത് വേറെ ഒരു കുറച്ച് കച്ചവടത്തിൻ്റെയൊക്കെ കടമെടുത്ത് വന്നപ്പോൾ അത് ജപ്തിയായി വന്ന സമയത്ത് എന്താ ചെയ്യണമെന്നറിയാമോ? ഈ ചേട്ടായി ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൽ പോവും. പുള്ളി അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മാനേജറിനെ കാണും. മാനേജർ, സാറേ മറ്റത് ഗോപിയാണ് കേട്ടോ എന്ന് പറയും. ആര്? അനുജൻ എടുത്തിരിക്കണ കാശ് ഗോപിയാണ്. കാര്യം എന്താണ്? അവൻ നാട്ടിലില്ലല്ല. അവനവൻ്റെ പെണ്ണുമ്പിള്ള പറഞ്ഞാൽ കേൾക്കത്തുള്ളൂ. അവളുമായിട്ട് കുറേ നാൾ ഇവിടെ ഇല്ല. ഈ ആൾക്കാർക്ക് ഏത് കാലത്ത് തന്നി വിട്ടാനാണ്. അപ്പോഴും ഇയാൾ പറയും, അപ്പോൾ ബാങ്ക് മാനേജർ പറയും അത് നടപടിയായിരിക്കും. നല്ല കാര്യം. അപ്പം നടപടിയായെന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷം. സ്വന്തം തറവാടാണ്, ബാങ്കുകാർ ജപ്തി ചെയ്യാൻ പോകുമ്പോൾ പുള്ളിക്ക് സന്തോഷം. എന്തിനാണെന്നറിയാമോ? 40 ലക്ഷത്തിനുണ്ടാ സംഭവം. പുള്ളിക്ക് ആരും കയറി പിടിക്കത്തില്ല. കാര്യം പ്രായമായ അപ്പനെയും അമ്മനെയും വലിയൊരു ഇറക്കുക. 10, 80, 60 ഒക്കെ 75 വയസ്സുള്ള അപ്പനും അമ്മേനത്തുണ്ട്. ഈ ഭാഗത്തിങ്ങനെ കണ്ണുനീര് കാണാൻ വേണ്ടി വല്ലവരും പോയി അത് പിടിക്കുക. മനുഷ്യപ്പറ്റുള്ളവരാരും പിടിക്കത്തില്ല. പക്ഷേ ഇപ്പം പിടിക്കും. ആനിയനെ ഇറക്കണവന്. തറവാട് വീടിൻ്റെ അകത്ത് പണ്ട് ഇവൻ്റെ ഓഹരി, തറവാട് വീടും കൊള്ളാവുന്ന വീടാണ്. അന്ന് പണ്ട് പണി ചെയ്ത കാലത്ത് കുറച്ച് കാശിൻ്റെ ചിലവാക്കിയെന്നുള്ളതിൻ്റെ രീതിയിലാണ് ഇവർ മിണ്ടാത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ജാതി മനുഷ്യരും ഉണ്ട്. ഇങ്ങനെ ഒരു ജാതി, അതായത് സഹോദര സ്നേഹത്തിന് പകരം സഹോദരനെ മുക്കാനുള്ള ഉദ്ദേശമുള്ള ആൾക്കാരും ഉണ്ടാകും. അത് പക്ഷേ ഉടമ്പടിയിൽ അത് വിലപ്പോകത്തില്ല. അതാണ് പറയണത്, നീ ഈ പറഞ്ഞ കാര്യം കൂടി ഞാൻ നിനക്ക് നൽകാം, ഞാൻ നിൻ്റെ കൂടെ വരാം. പക്ഷേ എന്താ കാരണം? എനിക്ക് നിന്നെ അറിയാം. അപ്പോൾ ദൈവം വെറുതെ ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്തെന്ന് പറഞ്ഞ് ഓടിയാരാൻ വരുന്നത്? എല്ലാവരും ഇങ്ങനെ സഞ്ചാരി മാതനക്കാരുടെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ്. എല്ലാം ഉടമ്പടി സഞ്ചാരി മാതമാണ്, ഇപ്പം അത് വരുമെന്ന് പറഞ്ഞ്. ഇപ്പം വരുമെന്ന് പറഞ്ഞ് എന്താ പ്രശ്നം? എനിക്ക് നിന്നെ അറിയാമെന്ന് പറഞ്ഞില്ലേ? അതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി നിനക്ക് ചെയ്തു തരാം. 33:17 എന്താ കാര്യം? എനിക്ക് നിന്നെ അറിയാം. എനിക്ക് നിന്നെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് ഇതൊക്കെ പറഞ്ഞു തന്നെയാണ് അവസാനിപ്പിക്കുന്നത്. സ്മിർണയുടെ സഭയ്ക്കും വെളിപാടിൻ്റെ പുസ്തകമൊക്കെ പറയും എനിക്ക് നിങ്ങളെ അറിയാമെന്ന് പറയും. ദൈവം എപ്പോഴും നോക്കണത് നമ്മളെ അറിയും. നിനക്ക് പണ്ടുണ്ടായിരുന്ന വിശ്വാസം ഇന്നില്ലെന്ന് പറയും. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.